നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് ഹാങ്ഡ്മാൻ പറയുന്നത് യൂണിവേഴ്സിൽ സറണ്ടർ ആവുക എന്നാണ്. നിങ്ങളുടെ റിഫ്ലക്ഷനെ കാണിച്ചു തരുന്നു. നിങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ലെറ്റിൻ ഗോ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് നിങ്ങളിലേക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങളെ സാക്രിഫൈസിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഹെർമിറ്റ് പറയുന്നത് നിങ്ങൾ തനിച്ചാണെന്നാണ്. നിങ്ങളുടെ സോൾ സെർച്ചിങ്ങിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ബിസി ലൈഫിൽ നിന്നും തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. മെഡിറ്റേഷൻ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കിട്ടുവാനാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഹെർമിറ്റിന്റെ എനർജി പറയുന്നത് ഇന്നർ റിഫ്ലക്ഷനെയാണ്. ഇവിടെ നിങ്ങളുടെ സോൾ സെർച്ചിങ്ങിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ബിസി ലൈഫിൽ നിന്നും നിങ്ങൾ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സിൽ സറണ്ടർ ആക്കുന്നു. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി കാണിച്ചു തരികയാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്, യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നത്, അവിടെ നിങ്ങൾക്ക് സക്സസ് എന്നാണ് 6 ഓഫ് വാൻസിന്റെ എനർജി പറയുന്നത്. ലീഡർഷിപ്പിനെയാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻഫ്ലുവൻസറെയാണ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒരു ഇൻസ്പയർഡ് പേഴ്സൺ ആയിട്ട് മാറുവാനുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടരികിൽ തന്നെയുണ്ട്. യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് 6 ഓഫ് വാൻസിലൂടെ പറയുന്നത്. പേജ് ഓഫ് സോർട്സ് റിവേഴ്സ് പറയുന്നത് ചുറ്റുമുള്ള വ്യക്തികളെ നിങ്ങൾ ഭയക്കരുത്. നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകാം. ഗോസിപ്പിനെ ഭയക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് യൂണിവേഴ്സ് ആണ്. നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസിനെ നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പേജ് ഓഫ് സോർട്സ് റിവേഴ്സ് പറയുന്നത്. ഈ ഒരു ടെമ്പറൻസിന്റെ എനർജി നിങ്ങൾ ജീവിതത്തിന്റെ മധ്യപാതയിലാണ്, മിഡിൽ പാത്തിലാണ്. നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല. അങ്ങനെ എത്തണമെങ്കിൽ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ ഭയന്നുകൊണ്ടിരുന്നാൽ സാധിക്കില്ല. നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസറായി മാറുന്നുണ്ട്. നിങ്ങളുടെ പ്രോഗ്രസ് അവിടെ സംഭവിക്കുന്നുണ്ട്. പോസിറ്റീവിനെ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യുക. നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് 9 ഓഫ് പെന്റക്കിൾ പറയുന്നത്. മെറ്റീരിയൽ അബണ്ടൻസ്, നിങ്ങളിലേക്ക് വരുന്ന പുരോഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ചേഞ്ച് തന്നെയാണ്. ഇന്നർ പീസിനെയാണ് കാണിച്ചു തരുന്നത്. ഹാർവസ്റ്റ് എന്നാണ്. നിങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന്റെ പ്രോഗ്രസ് തന്നെയാണ്. നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. പേഴ്സണൽ അച്ചീവ്മെന്റിനെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളുടെ എബഡൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ്.